എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് ഇരുട്ടൊക്കെ കണ്ട് ജോലികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് അന്നത്തെ ദിവസം മൊത്തത്തിലൊരു ഹാപ്പി ഉണ്ടാകുന്നത്. ചില ദിവസങ്ങളിൽ ശരീരത്തിന് ഇത്തിരി ബുദ്ധിമുട്ട്, തളർച്ച, ക്ഷീണം, മടി ഇതൊക്കെ മനുഷ്യർക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ദിവസങ്ങളാണെങ്കിൽ പോലും അന്ന് ആ ഒരു ക്ഷീണത്തിൽ നമ്മൾ കിടന്ന് പിന്നെ നേരം വെളുത്തിട്ട് എഴുന്നേറ്റ് ആ ഒരു ഇരുട്ട് കാണാതെ എഴുന്നേൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ട് തോന്നിയാലും ഞാൻ ഇരുട്ട് കൊണ്ട് തന്നെ എഴുന്നേക്കും അന്നത്തെ ദിവസം മൊത്തത്തിൽ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒപ്പം റൂബിക്കുഞ്ഞും ഉണ്ട്. പപ്പയും ഇപ്പം നേരത്തെ തന്നെ എഴുന്നേറ്റ് വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാപ്പി ഇട്ട് പഴയ ചോറുണ്ടെങ്കിൽ ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോകുന്നില്ല, നേരെ ബെഡ്റൂമിലേക്ക് വന്നിട്ട് യൂട്യൂബ് വർക്കാണ് ചെയ്യണത്. പിന്നെ ഒരു 8 മണിയോടുകൂടിയാണ് യൂട്യൂബ് വർക്ക് തീർന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനൊക്കെ പോണത്. ഇന്ന് എനിക്ക് കൂടുതൽ പണി ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നില്ല, പുട്ടും മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ചിങ്ങമ്പഴം പപ്പടം ഉണ്ടായത് രണ്ടും കൂടി ചേർത്ത് കഴിക്കാമെന്ന് പപ്പ തലേ ദിവസം രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് പപ്പ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാനും കഴിച്ച്. റയൻ പിന്നെ കഴിക്കൂല, അതുകൊണ്ട് ഞാൻ അവന് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തക്കാളി ഇരുന്ന് വെച്ചത് കഴുകിയെടുത്ത് വെച്ച് കൊടുത്തത് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അങ്ങനെയൊക്കെ കഴിക്കും. അപ്പോൾ ക്യാരറ്റ് ഉള്ളത് ഞാനൊന്നെടുത്തിട്ട് അത് നമ്മുടെ ചോപ്പർ കയ്യിലിരിക്കണോണ്ട് ഇപ്പോൾ ക്യാരറ്റ് തോരൻ വെക്കണേന് കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോയിൽ നേരത്തെ വല്ലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഒരു തവണ പോലും ഞാൻ ക്യാരറ്റിൻ്റെ തോരൻ വെച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത് 2ാമത്തെ തവണയാണ് ഞാൻ വെക്കുന്നത് എൻ്റെ ജീവിതത്തിൽ. ഇന്ന് വരെയും ഞാൻ ക്യാരറ്റ് തോരൻ വെച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചോപ്പറിൽ ഇട്ടിട്ട് ചെയ്യണ കണ്ട് ഇപ്പോൾ വീണ്ടും. കാരണം ക്യാരറ്റൊക്കെ ഇങ്ങനെ കുറച്ചധികം വാരി കഴിക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഏത് രൂപത്തിലാണ് ക്യാരറ്റ് കഴിക്കുകയെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് പച്ചക്ക് ക്യാരറ്റ് എങ്ങനെ കഴിക്കണത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ശരിക്കും ക്യാരറ്റ് വേവിച്ച് കഴിക്കുന്നതാണ് ഗുണം കൂടുതലെന്നാണ് പറയണത്. അപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ വഴറ്റിയിട്ട് വലിയ വലിയ പീസായിട്ട് വഴറ്റി ആവി കയറ്റിയതിന് ശേഷം വഴറ്റിയിട്ട് റോജറൊക്കെ കഴിക്കില്ലേ, അങ്ങനെ കഴിക്കും. അല്ലാതെ ഇതുപോലൊരു തോരൻ വെക്കൽ ഇത് ഇവിടെ ചെയ്യാറില്ല. അപ്പോൾ നമ്മളുടെ ഈ ചോപ്പറിൽ ചോപ്പ് ചെയ്യാനുള്ള ഒരു സന്തോഷം കൊണ്ടും എളുപ്പം കൊണ്ടും അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടുമാണ് ഈ ക്യാരറ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതെന്ന് വേണം പറയാനായിട്ട്. അത് റയന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ റയൻ വന്നിരുന്നിട്ട് അത് മൊത്തത്തിൽ ചോപ്പ് ചെയ്ത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ് ക്യാരറ്റ് ചോപ്പ് ചെയ്യണ നേരം കൊണ്ട് ഞാൻ കുറച്ച് സവാളയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചുതരാം, അതും കൂടിയിട്ടൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അവനെ കൊണ്ട് ചെയ്യണം. അപ്പോൾ അവൻ പറയുന്നുണ്ട് എല്ലാം പോന്നോട്ടെ, ഞാൻ എല്ലാം ചോപ്പ് ചെയ്ത് തരാം. അത്ര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇന്നിപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് ഇവിടെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ചിക്കനാണ് ഇത്തിരി ഫ്രിഡ്ജിലുള്ളത്. അപ്പോൾ ആ ചിക്കൻ തീർന്ന് ഇനിയിപ്പോൾ നമുക്ക് വേറെ ചിക്കൻ ഓർഡർ ചെയ്യണം. അപ്പോൾ ഇന്ന് റൂബിക്ക് കൊടുക്കാനായിട്ടും ഒരു ദിവസത്തേക്കുള്ള ആ ഒരു നേരത്തേക്കുള്ള ഒരു ചിക്കനും വേവിച്ചിട്ട് ബാക്കി ഒരു ചിക്കൻ കറി കൂടി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചിക്കൻ കറി റയന് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ കറി വെക്കുന്നതിന് നമുക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടിട്ട് വരാം. ഇനി നമ്മൾ കഗാരയുടെ എലിഗൻറ്റ് എഗ് ബീറ്റർ എന്ന് പരിചയപ്പെടാം. 1 ഇയർ വാറൻറ്റി ഉണ്ട്. അതുപോലെ 300 വാട്ട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനോടൊപ്പം നമുക്ക് 2 ബീറ്റേഴ്സും 2 ഡോ ഹുക്കും തന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ടർബോ ബട്ടണും സ്പീഡ് സെലക്ടറും കൊടുത്തിട്ടുണ്ട്. സ്പീഡ് സെലക്ടറിൽ 6 വരെ സ്പീഡുണ്ട്. അതുപോലെ തന്നെ ഒരു ഇജക്ടർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബീറ്റേഴ്സ് അല്ലെങ്കിൽ ഡോ ഹുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇജക്ടർ ബട്ടൺ ഇതുപോലെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബ്രെഡ് ബണ്ണൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു ഡോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോ ഹുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അഗാരയുടെ ഈ ഒരു എഗ് ബീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. 3 മുട്ട എടുത്തിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക. അപ്പോൾ ഈ മുട്ട പതപ്പിക്കാനായിട്ട് ഒരേ ഒരു സ്പീഡ്, ഫസ്റ്റ് ആ ഒരു സ്പീഡിൽ മാത്രമാണ് ഞാനിട്ടത്. കാരണം അത്രയും പവർഫുള്ളാണ്, ഒരു സ്പീഡ് മാത്രം മതി നമ്മൾക്ക്. അപ്പോൾ ഈ ഒരു സ്പീഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര പവർഫുള്ളായിട്ടാണ് ഇടുക. പെട്ടെന്ന് തന്നെയാണ് നമ്മൾക്ക് ബീറ്റ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഫസ്റ്റ് സ്പീഡിൽ മാത്രമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതേ ഒരു 3 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് വരും. അപ്പോൾ നമുക്ക് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ 3 മുട്ടക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇതിനകത്തേക്ക് ഞാൻ 3/4 കപ്പ് മൈദയാണ് ഇനി ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് 1/2 കപ്പ് പഞ്ചസാര. ഇനി പെട്ടെന്ന് നമുക്കൊന്ന് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടർബോ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി, സ്പീഡ് പെട്ടെന്ന് തന്നെ കൂടിക്കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾക്ക് 3/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ
നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ മുട്ട നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിരുന്ന ഈ ഒരു പാത്രത്തിനകത്താണ് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ബേക്കായി പെട്ടെന്ന് വരും. കാരണം ഇതിനകത്ത് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല, വെറുതെ മുട്ടയും മൈദയും പഞ്ചസാരയും മാത്രം. അപ്പോൾ പെട്ടെന്ന് തന്നെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ കേക്കാണ് കേട്ടോ. ഓയിൽ ഫ്രീ ആയിട്ടൊക്കെ കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചൂടാറുന്നതിന് മുൻപ് തന്നെയാണ് ഞാൻ ഈ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അഗാറോയുടെ എലിഗൻറ്റ് എഗ് ബീറ്ററിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുത്തുകൊണ്ട് വന്ന് കടുകൊക്കെ പൊട്ടിച്ച്, ഏതായാലും ഇന്ന് കടുകൊക്കെ പൊട്ടിച്ചിട്ട് തന്നെ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചില സമയത്ത് ഞാൻ കടുകൊന്നും പൊട്ടിക്കാതെ തോരൻ ഉണ്ടാക്കും. എല്ലാം കൂടി വെച്ചിട്ട് ഏറ്റവും അവസാനം വെന്ത് ഇറക്കണതിന് തൊട്ട് മുമ്പായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കുന്നത്, അതും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് വെക്കണമെന്ന് തോന്നി, അങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് വെച്ചിട്ടാണ്. പിന്നെ ഇനി ഇത്തിരി ചെറുപയർ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയറും കൂടിയിട്ട് ഇരിക്കുന്നത് മൊത്തത്തിൽ വേവിച്ചിട്ട് കുറച്ച് ഫ്രിഡ്ജിലേക്ക് വേവിച്ചത് മാറ്റിയിട്ട് കുറച്ചിന്നൊന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അപ്പം കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുപയർ അല്ലെങ്കിൽ പരിപ്പ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പരിപ്പ് ഇവിടെ ഇല്ല. പരിപ്പ് മേടിക്കാനായിട്ടൊന്ന് എഴുതാൻ വിട്ടുപോയി. പിന്നെ അത് മേടിച്ചിട്ടുമില്ല. മേടിക്കാം എന്ന് പപ്പ പറയുമെങ്കിലും പപ്പ മറന്നു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓരോ തിരക്കുകളും വന്ന്. അപ്പോൾ പരിപ്പില്ലാത്തതുകൊണ്ടാണ് ചെറുപയർ എടുക്കുന്നത്. പരിപ്പുണ്ടെങ്കിൽ പരിപ്പ് മാത്രമേ എടുക്കുകയുള്ളൂ. എനിക്കും ചെറുപയറിനെക്കാട്ടിയും കുറച്ചും കൂടി ഇഷ്ടം പരിപ്പ് കറി തന്നെയാണ്. എങ്കിലും എനിക്കങ്ങനെ ചോറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കഴിക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. പലഹാരത്തിൻ്റെ ഒപ്പം കഴിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെയൊക്കെ വെക്കും. അപ്പോൾ ഇന്ന് തേങ്ങയൊന്നും ഒതുക്കി എടുത്തില്ല, നേരിട്ട് അങ്ങോട്ട് ഇടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തോരൻ്റെ അകത്ത് ചെറിയ ജീരകവും അതുപോലെ വലിയ ജീരകവും രണ്ടും ചേർത്ത് വെക്കാറുണ്ട്. അപ്പോൾ ചിലവർ ചെറിയ ജീരകം മാത്രം ചേർത്ത് വെക്കുന്നവർ, ഞാൻ പെരുംജീരകം ചേർത്ത് വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അവർ വെച്ച് നോക്കിയിട്ട് അത് നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ കമൻസിൽ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് ഒരു പേടിയാണ്, നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ തന്നെ ചേർത്തില്ലെന്നുണ്ടെങ്കിൽ അത് ചീത്തയായി പോകുമോ, കഴിക്കാതെ പറ്റാതെ ആയി പോകുമോ. ഒരു പരീക്ഷണമൊക്കെ നടത്തി നോക്കാം. പരീക്ഷണമൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ വെക്കുന്നതിനേലും ഭയങ്കര ബെറ്ററായിട്ട് ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വെക്കുമ്പോൾ ചെയ്യരുത്, കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെക്കുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസപ്പെടുത്തിയൊക്കെ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ വ്യത്യാസപ്പെടുത്തി ചെയ്തപ്പോഴാണ് ഈ പെരുംജീരകം നല്ല ടേസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായത്. പെരുംജീരകത്തിൻ്റെ കാര്യം എൻ്റെ അടുത്ത് ആരും അങ്ങനെ പറഞ്ഞു തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ തന്നെ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ ചിലവരതിനകത്ത് കുരുമുളക് ചതച്ചത് ഇടാറുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ വാഴയിലയിൽ ഉണയിക്കുന്ന സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ചതച്ച കുരുമുളക് കൂടി കിട്ടിയിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വ്യത്യാസപ്പെടുത്തിയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളെപ്പോലെയുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന റെസിപ്പി തന്നെയല്ലേ. അപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ പെടുത്തി നമുക്കും അത് ഒരു മാറ്റം വരുത്തിയിട്ടൊക്കെ ഉപയോഗിക്കാം, ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ കറിയും കൂടി വെച്ചിട്ടാണ് സാധാരണ വെക്കുന്ന പോലെ തന്നെ സവാളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ല ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അത് വേഗം ആയി കിട്ടി. അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി വെച്ച്. അപ്പോൾ പൊടികളൊന്ന് റീഫില്ല് ചെയ്ത് വെച്ചതാണ് ഞാൻ. അപ്പോൾ അത് റയനെ കൊണ്ട് ഞാൻ പുറത്തുനിന്ന് എടുപ്പിച്ചതാണ്. പൊടികളൊക്കെ മേടിച്ചതൊക്കെ അവിടെ പുറത്ത് ഒരു ബക്കറ്റിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് റയൻ എടുത്തുകൊണ്ട് വന്ന് അപ്പോൾ ഞാൻ പൊട്ടിച്ച് റീഫില്ലൊക്കെ ചെയ്ത് വെച്ച്. പിന്നെ ചെറുപയറും കഴുകിക്കൊണ്ട് വന്നിട്ട്, അപ്പോൾ ചെറുപയർ ഇത്തിരി കൂടുതലാണ്. ഇപ്പോഴത്തേക്ക് വേണ്ടി ഒരു പകുതി എടുത്തിട്ട് താളിക്കാമെന്ന് വിചാരിച്ച് പകുതി പിന്നീട് താളിക്കാം. ഒന്നിച്ച് താളിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നുക. ശരിക്കും അപ്പം താളിച്ച് ഫ്രഷായിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അതുകൊണ്ട് പിന്നെ ഒന്നിച്ച് തന്നെ വേവിക്കുക. കാരണം പയറിന്ന് കേടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വേവിച്ചങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് മാറ്റണം ചൂടാറുന്നതിന് മുൻപ്. അപ്പോൾ ഏതായാലും മാറ്റിയിട്ട് ഇത് കാലിയായിട്ടിരിക്കണം. അപ്പോൾ ഇതിനകത്ത് തന്നെ അങ്ങോട്ട് ചെറുപയറിന് വേണ്ടി താളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചെറുപയറിന് താളിക്കാൻ വേണ്ടിയിട്ടുള്ളതും നമ്മൾ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ചെറുപയർ വേവിച്ചപ്പോഴത്തേക്കും സവാള വലിയ വലിയ പീസസ് ആയിട്ട് അതിനകത്തിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇട്ട് വേവിക്കുന്നത് നല്ലതാണ്. ഇവിടെ വെളുത്തുള്ളി പ്രിയരാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി വളരെ കുറവാണ് ഇടുന്നത്. ഞാൻ പച്ചക്കായാലും വെളുത്തുള്ളി കഴിക്കൂട്ടാ. പച്ചക്ക് വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ ചവച്ച് കഴിക്കാനെന്നുണ്ടെങ്കിൽ ഗുളിക രൂപത്തിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറയും.
അതൊക്കെ എത്രമാത്രം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും അത് വലിയ കുഴപ്പം ഇല്ലാത്ത കാര്യമെന്ന് തോന്നുമ്പോഴേ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ പച്ചമരുന്നാണെങ്കിലും എന്താണെങ്കിലും ആരെങ്കിലും പറയണ കേട്ട് കഴിക്കരുത്. കാരണം പച്ചമരുന്നിനും ഉണ്ട് പാർശ്വഫലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ അസുഖങ്ങൾക്ക് ചിലപ്പോൾ ഇത് വേറെ ഒരസുഖത്തിന് നല്ലതാണെങ്കിൽ മറ്റൊരു അസുഖത്തിന് അത് നല്ലതായിരിക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്ത് തന്നെ ആയാലും പച്ചമരുന്നാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്തിട്ട് ഉപയോഗിക്കരുത് നമ്മൾ. അതുപോലെ തന്നെ ഒറ്റമൂലികളെന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സ അത് എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആകില്ല. അത് ഒരാൾക്ക് പറ്റിയത് മറ്റൊരാൾക്ക് പറ്റാതെ വരും. അപ്പോൾ അത് ഫലമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചിലവരിൽ ഫലിക്കുള്ളൂ. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുപയറൊക്കെ താളിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് അധികം വെള്ളമൊന്നും ഒഴിക്കാതെ കട്ട പോലെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ പുട്ടിനൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നല്ല ലൂസായിട്ട് എടുക്കുക. അപ്പോൾ പപ്പക്കുള്ള ചോറും കറിയൊക്കെ ഞാൻ എടുത്ത്, പപ്പക്ക് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാറൊന്നുമില്ല, ചാറ് ഞാൻ ആക്കിയില്ല. കാരണം തൈരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പപ്പക്ക് തൈരിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഇനി ഞാൻ ബുദ്ധിമുട്ടിയെ ഉണ്ടാക്കിയിട്ട് വേണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് എടുത്ത് കഴിക്കണം കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, അനാവശ്യപ്പണി ചെയ്യണം. ഒന്നാമത് ചൂടാണ്. പപ്പക്ക് ആ ചെറുപയറിൻ്റെ ഇതൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ചിക്കൻ ഞാനങ്ങനെ വിളമ്പി വെച്ചെങ്കിൽ അത് ഞാൻ റയന് എടുത്ത് കൊടുത്തിട്ട് ഞാനും വെജിറ്റബിൾസ് മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ബ്രഷ് ചെയ്യണത്. അത് നമ്മുടെ പല്ലിന് തേയ്മാനം ഉണ്ടാകാതെയൊക്കെ ഇരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രഷ്. കാരണം നമ്മളുടെ ശക്തിയിലല്ലല്ലോ ഇത് തേക്കുന്നത്, നമ്മുടെ പല്ലിന് പറ്റിയൊരു ആ ഒരു ബലം മാത്രമേ ഈ ഒരു ബ്രഷ് നമ്മുടെ പല്ലിന് കൊടുക്കുള്ളൂ. ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ തേക്കുമ്പോൾ നമ്മുടേതായ ഒരു ശക്തിയിലാണ് പല്ല് തേക്കുക. പല്ല് പെട്ടെന്ന് തേഞ്ഞൊരഞ്ഞ് തീരും. എൻ്റെ പല്ലിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു 5-6 മാസം മുൻപ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ പല്ല്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തേയുന്നുണ്ട് കേട്ടോ പല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ബ്രഷ് കൊണ്ടുള്ള നല്ല പിടുത്തം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തേഞ്ഞു പോകും. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. ഒരിക്കലും ഞാനിത് പൈസ കൊടുത്ത് മേടിക്കില്ല, അത് വേറെ സത്യം. എനിക്കിത് പ്രൊമോഷന് വേണ്ടി കിട്ടിയപ്പോഴാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്കിതിൻ്റെ ഗുണം മനസ്സിലായത്. ഇത് നമ്മൾ കൈകൊണ്ട് പല്ല് തേക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ പല്ലിനുണ്ടാകാതെ ഇരിക്കാനാണ് ഇങ്ങനെ ഒരു ബ്രഷ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഇവിടെ കുറേ പെർഫ്യൂംസ് അവിടെ ഇവിടെ കേട്ടിരിക്കണേണ് കേട്ടോ. കാരണം നമ്മുടെ പെർഫ്യൂമിൻ്റെ ആ ഓർഗനൈസറിൽ ഒരു 4 പെർഫ്യൂമിൽ കൂടുതൽ വെക്കാൻ പറ്റൂല. അപ്പം ഞാൻ വേറെ പെർഫ്യൂംസിൻ്റെ ഓർഗനൈസറുകളൊക്കെ നോക്കണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വിലയെന്നേ, എല്ലാം 700 സംതിങ്ങിനൊക്കെയാണ്. ഒരു ഗ്ലാസിൻ്റെയൊക്കെ നല്ല 2 ടയർ പെർഫ്യൂമിൻ്റെ ആ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച് വേണ്ട, പെട്ടെന്നാണ് ഇത് പുറത്തവിടെ കിടക്കണ കണ്ടത് കേട്ടോ. ഈ ഒരു ട്രേ വലിയ ഭംഗിയൊന്നുമില്ല, എങ്കിൽ തന്നെ നമ്മളുടെ ആവശ്യം നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് അത് കഴുകിയെടുത്തുകൊണ്ട് വന്നാൽ. ഇത് മുകളിൽ റോജറിൻ്റെ റൂമിൽ ഇരുന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ റൂമിൽ നിന്നൊക്കെ ഒതുക്കിയപ്പോഴത്തേക്കും ഇത് പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പപ്പ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഞാൻ കഴുകിയെടുത്തതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസ് എല്ലാം എടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് വെച്ച്. അപ്പോൾ ഭൂരിഭാഗം പെർഫ്യൂംസും ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ ബോട്ടിലുണ്ട്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം റയൻ ഇത്തവണ കൊണ്ടുവന്ന പെർഫ്യൂമാണ്. ഇത് നമ്മൾ പുറത്തേക്കേ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നിറച്ച് ഇരിക്കുന്നുണ്ട്. ഇതുമേന്ന് നമ്മൾ ഒരു തരി പോലും എടുത്തിട്ടില്ല. ഇതങ്ങനെ തന്നെ അലമാരിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതും എടുത്ത് ഇങ്ങോട്ട് വെച്ച്. അത് ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. ആ ഒരു സ്മെല്ലിങ്ങനെ കിട്ടുമ്പോഴേ നമ്മൾ വേറെ ഏതോ ലോകത്തേക്കൊക്കെ പോകട്ടോ. അതൊരു പെർഫ്യൂം പോലെയല്ല തോന്നുക, ഒരാളിൻ്റെ ഒരു സ്മെല്ല് പോലെ അങ്ങനെയൊക്കെ തോന്നുക കേട്ടോ. പിന്നെ നമ്മളുടെ സാറ്റിനെ കൊച്ച് തന്നത് ഞാനതങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ പൊതിഞ്ഞ് കെട്ടി മാറ്റി വെച്ചേക്കണം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിലുള്ള ആ ഒരു അത്തർ, അത് എനിക്ക് എടുക്കാൻ തന്നെ പേടിയാണ്. അതിങ്ങനെ പൊട്ടിപ്പോയാലാന്നുള്ളൊരു പേടി. അങ്ങനെ ഞാനത് ആ ഒരു ബബിൾ ട്രാപ്പിൽ തന്നെ പൊതിഞ്ഞ് അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കണായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരത്തേക്ക് ഞാൻ ഇതിനകത്ത് വെക്കുള്ളൂ. കാരണം അതിൽ പൊടിയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഭംഗി പോകും. അത് ഞാൻ പൊതിഞ്ഞെടുത്ത് മാറ്റും കേട്ടോ. ഈ ഒരു പെർഫ്യൂം റോജർ ഫോറമോളിൽ നിന്ന് എനിക്ക് മേടിച്ചു തന്നതാണ് കേട്ടോ. വേണ്ടാന്ന് 100 വട്ടം പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാതെ മേടിച്ച് വെച്ചൊരു പെർഫ്യൂമാണ്. പിന്നെ ഈ ഒരു പെർഫ്യൂം CKയുടെ പെർഫ്യൂം റിച്ചാർഡ് കൊണ്ടുവന്നാണ്. ഇതും ഭയങ്കര വിലയുള്ളൊരു പെർഫ്യൂം ആണെങ്കിലും ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല. തേങ്ങാപ്പിരിയുടെ സ്മെല്ല് പോലെ എനിക്ക് തോന്നുക. പിന്നെ ഇത് അജ്മിയുടെ ഒരു പെർഫ്യൂം നാട്ടിൽ നിന്ന് റിച്ചാർഡ് മേടിച്ചു തന്നതാണ് കേട്ടോ. ഇതും നല്ലൊരു സ്മെല്ലുള്ള പെർഫ്യൂമാണ്.
പിന്നെ ഈ ഒരു പെർഫ്യൂമൊക്കെ ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ റിച്ചാർഡ് മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് 3 ഒന്നിച്ച് റയൻ മേടിച്ചത്, കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചത്. ഇതൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെ പോകുമ്പോഴൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം വിലയില്ലാത്തത് നോക്കി മേടിച്ചാണ്, പക്ഷേ പോകാത്തതുകൊണ്ട് കൊണ്ടുപോയില്ല. ഇത് റയൻ കൊണ്ടുവന്നൊരു പെർഫ്യൂമാണ്. ഇത് നല്ലൊരു സ്മെല്ലുള്ളൊരു പെർഫ്യൂമാണ്. ഇത് നമ്മളുടെ സാരിനെ കൊച്ചിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ബബിൾ റാപ്പിൽ പൊതിഞ്ഞ് തന്നെ വെച്ച ആ ഒരു അത്തർ പെർഫ്യൂം. പിന്നെ ഇത് നമ്മളുടെ സാറിനെ കൊച്ചി വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾക്ക് ഗിഫ്റ്റ് തന്നത്. അപ്പോൾ പപ്പ ഒരു പെർഫ്യൂം ലവറാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ കൊച്ചി ഒരു പെർഫ്യൂം ലൂയി വിട്ടോണിൻ്റെ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പക്ക് വലിയ സന്തോഷമാണ്. ഇതെടുത്ത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴും പപ്പയാണ് അത് കൂടുതലും യൂസ് ചെയ്യുക. പിന്നെ അടുത്തത് ഈ ഒരു പെർഫ്യൂം നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടാകും. ഞാനിതിങ്ങനെ എടുത്ത് കാണിക്കും. അത് ഇത്രയും ഞാൻ ബാക്കി വെച്ചേക്കണാണ്. ഈ ഒരു പെർഫ്യൂം എൻ്റെ കയ്യിൽ അവൻ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇത് സൂക്ഷിച്ച് വെക്കാം, നിൻ്റെ പെങ്കൊച്ചിന് കൊടുക്കാം, ഇത് അതിന് കൊടുക്കണമായിരിക്കുള്ളൂ ബെറ്റർ. അപ്പോൾ അവൻ പറഞ്ഞ് അതിന് കൊടുക്കാൻ ഞാൻ വേറെ മേടിച്ചാൽ ഇത് മമ്മി കൊണ്ടുവന്നത് മമ്മി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധമായി എന്നെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ച്. അത് അത്രയും തീർന്നെങ്കിലും എനിക്കത് കളയാൻ തോന്നില്ല. അതിൻ്റെ അറ്റത്ത് കുറച്ചവിടെ കിടന്നോട്ടെ, കാരണം അത്ര നല്ല സ്മെല്ലാണ് അതിന്. അപ്പോൾ ആ ഒരു പെർഫ്യൂമിന് ബനാനയുടെ ഒരു സ്മെല്ലാണ്, പക്ഷെ അതൊരു സ്പെഷ്യൽ സ്മെല്ലാണ്. നമ്മുടെ കൂടെയുള്ളവർ ചോദിക്കും ഇത് ഏത് പെർഫ്യൂമാണ് ഇട്ടേക്കണം, അത്ര നല്ല സ്മെല്ലാണ്. പിന്നെ പപ്പയാണെന്നുണ്ടെങ്കിലും പപ്പനെ ഞാൻ കാണുന്ന കാലം മുതൽ CKയുടെ പെർഫ്യൂമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നല്ലൊരു സ്മെല്ലാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്ന ആളാണ് പപ്പ. അതുകൊണ്ട് ഇപ്പോഴും പപ്പക്ക് പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അഡിക്ഷൻ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്, കാരണം പെർഫ്യൂം ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ ഇതൊക്കെ കുറഞ്ഞ പെർഫ്യൂമുകളും അങ്ങോട്ട് പുറകിലേക്ക് ഇരിക്കുന്നത് എല്ലാം കൂടിയ പെർഫ്യൂമാണ്. എല്ലാം 10,000-നടുത്ത് വിലയുള്ള പെർഫ്യൂമുകളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പെർഫ്യൂമിൻ്റെ എല്ലാം ഞാൻ ഈ ഒരു സംഭവത്തിൽ ഓർഗനൈസ് ചെയ്ത് വെച്ച്. അപ്പോഴാണ് നമ്മളുടെ സാരിൻ്റെ കൊച്ചിൻ്റെ ബ്രേസ്ലെറ്റ്, അത് എപ്പോഴും ഞാൻ അവിടെ വെച്ചേക്കും. പിന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഈ ഒരു ആദ്യത്തെ ഹെയർ അതിങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാതെ ഒരു പ്രിസർവ്ഡ് മെമ്മറി ആയിട്ട് ആക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അതിന് പറ്റിയ ആരെയും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതേ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ക്യാപ്പ് ഉണ്ടല്ലോ, ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആ ഒരു ബോക്സിലും അവർ ആ പാറ്റേൺ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ആ ക്യാപ്പിൻ്റെ പോലെ നല്ലൊരു ഭംഗിയുള്ളൊരു പ്രത്യേകതയുള്ളൊരു ക്യാപ്പാണത്, അടക്കുന്നതും തുറക്കുന്നതും ഒക്കെ. പിന്നെ ഞാൻ വൈകുന്നേരം ഏതായാലും പപ്പ മാങ്ങ മേടിച്ച് കൊണ്ടുവന്നില്ലാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ജ്യൂസ് അടിക്കാനുള്ളത്. ഈ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ മാങ്ങക്ക് ഒരു തരി പോലും മധുരമില്ല. വെറുതെ മാങ്ങ നല്ല ഭംഗിയുണ്ട്, എല്ലാം ഓക്കെ, കേടില്ല, ഒന്നുമില്ല. പക്ഷേ ഇതൊരു മധുരമെന്ന് പറയാനായിട്ട് ഇതുമേലൊന്നുമില്ല. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ജ്യൂസ് അടിച്ച്, പഞ്ചസാര ഇട്ടിട്ട് പോലും മധുരമില്ല. നേരെ ഒരു മധുരം, ഒരു വെള്ളം ചോക്കുന്ന പോലത്തെ ഒരു മധുരം പഞ്ചസാര ഇട്ടിട്ട്. അപ്പം ഞാനത് 2 മാങ്ങ, അപ്പോൾ റയന് വേണ്ടെന്ന് അപ്പോഴേ പറഞ്ഞ്, റയന് കട്ട് ചെയ്ത് കൊടുത്താൽ കഴിക്കൂട്ടാ. അപ്പോൾ ഇത് ഞാൻ 2 മാത്രം എടുത്ത് ഞങ്ങൾക്കൊന്ന് ജ്യൂസ് അടിച്ചതാണ്, എനിക്കും പപ്പക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരിത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇത്തിരി ഐസ് ക്യൂബും ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് ജ്യൂസ് അടിച്ചിട്ട്. അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കുന്ന ജാറല്ല എടുത്തേക്കണത്, അരക്കണ ജാറ് തന്നെ എടുത്തേക്കണത്. അപ്പോൾ പപ്പ എഴുന്നുണ്ടെങ്കിൽ മുകളിൽ ടെറസിൻ്റെ മുകളിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് നനച്ചിടും കേട്ടോ, കാരണം താഴത്തേക്ക് ചൂട് ഇറങ്ങാതിരിക്കാനായിട്ട്. അപ്പോൾ പപ്പ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മുകളിലേക്ക് പോയേക്കണേണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും വേർത്തിട്ടായിരിക്കും വരിക. അത് ഒരുവിധം വൈകുന്നേരമായിട്ടാണ് കേട്ടോ ചെയ്യണത്. എങ്കിലും ഭയങ്കര ചൂടായിട്ട് വേർത്ത് ഒലിച്ചിങ്ങനെ വരും. അപ്പോൾ ആ സമയത്തൊരെണ്ണം കൊടുക്കാമല്ല, ഇതൊരു ഗ്ലാസ് കൊടുക്കാമല്ലെന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ ചെയ്തത്. അപ്പോൾ റയന് വേണ്ട എന്ന് പറയുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം കൊടുത്തിട്ടാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് വെക്കാനുള്ളത് ഞാൻ വെള്ളത്തിലൊന്ന് കുതിർക്കാനിട്ട്, അപ്പോൾ വേഗത്തിൽ നമുക്ക് പൊളിച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ചെയ്ത് ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ തേങ്ങ ഇരട്ടി വെക്കുക അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂട് സമയത്ത് കിച്ചണിൽ കുറേ അധികം നേരം നിൽക്കാതെ പെട്ടെന്ന് കാര്യം നടത്തി കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തിരി ബുദ്ധിമുട്ടിയാലും അതിരുന്ന് പൊളിച്ചൊക്കെ വെക്കണം. അങ്ങനെ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ചെയ്യണം. നടക്കാൻ പോകണം, പ്രാർത്ഥനയുണ്ട്, അങ്ങനെയുള്ള. അപ്പോൾ ഏതായാലും ഞാൻ ചായ എടുത്ത്, ചായയൊക്കെ ഇപ്പോൾ താമസിച്ചാണ് കുടിക്കണത് കേട്ടോ. അപ്പോൾ ചായയും കൂടി കൊടുത്ത്, അപ്പോൾ നമ്മളുടെ കേക്ക് ഉണ്ടല്ലോ, ആ കേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പപ്പക്കും റയനും ഭയങ്കര നല്ല ഒരു കേക്ക്, എണ്ണയൊക്കെ ഇട്ടുണ്ടാക്കുന്ന കേക്കാണെങ്കിൽ റയൻ തൊടൂല. ഇത് റയന് ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കണം കേട്ടോ. റയനും പപ്പയും കൂടി അത് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്ത്.
മുകളിലത്തെ ഒരു ലൈറ്റ്, താഴത്തത് 2 ലൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മളുടെ റൂബി കുഞ്ഞ് കുറച്ച് ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കണത് കേട്ടോ. പല സമയമാണ് അവൾക്ക്, അങ്ങനെ പ്രത്യേകിച്ച് സമയമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് അവൾ കൊടുത്താലേ കഴിക്കുള്ളൂ. അപ്പോൾ രാവിലെ മുതലേ ട്രൈ ചെയ്തിട്ട് അവൾ കഴിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ വൈകുന്നേരം വിശക്കുന്നുണ്ട്, അതുകൊണ്ട് വന്നിരുന്നിട്ട് കഴിക്കണേണ്. പല പോസിലാണ് ഇരുന്ന് കഴിക്കണത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. എൻ്റെ കാലിൻ്റെ നടുഭാഗത്ത് ഇരുന്നിട്ട് മുകളിലേക്ക് നോക്കും, കണ്ട വരാൻ താമസിച്ചെന്ന് നോക്കും കേട്ടോ, കണ്ട അങ്ങനെ നോക്കും. അപ്പോൾ ഇത് റയൻ 2 അത് ലൈറ്റുകളാണ് കേട്ടോ. ലൈറ്റിൻ്റെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാകുന്നില്ല, അപ്പോൾ ആ ഓരോരോ ലൈറ്റ് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ടൊക്കെ നോക്കണേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ല, മിക്കവാറും ഒക്കെ കാണാറുണ്ട് നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ആ സിനിമ ഞാൻ എപ്പോഴും എൻ്റെ ഫോണിലിട്ടിട്ടുണ്ട്. അത് കാണുമ്പോഴുള്ളൊരു ഫീല് ഭയങ്കര അത് ഞങ്ങളെപ്പോലെ ഈ 70s ജനിച്ച ആളുകൾക്കാണ് അത് കൂടുതൽ ഫീൽ ചെയ്യുക. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 13-14 വയസ്സായിരിക്കുള്ളൂ അന്നത്തെ ആ ഒരു ഏജ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പണ്ടത്തെ നല്ലൊരു ഓർമ്മകളും സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ അല്ലേ. അപ്പോൾ അന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനെടുത്ത് ആ സിനിമ കുറച്ച് ഭാഗങ്ങളും കാണും, അല്ലെന്നുണ്ടെങ്കിൽ പാട്ടെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കും യൂട്യൂബിലൂടെ. ആ സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് നമ്മളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമ കണ്ട് പുറത്തേക്ക് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ മരിച്ചുപോയ ചേച്ചിയുണ്ടല്ലോ ഓടി വന്നിട്ട് ബൈബിളാണ് തുറന്നു നോക്കിയത്. അതിനകത്ത് ഉത്തമ ഗീതത്തിലെ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് മോഹൻലാൽ, അതായത് സോളമൻ, സോഫിയുടെ അടുത്ത് പ്രണയം പറയുന്നത് ഈ ബൈബിളിലെ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത് ബൈബിളിൽ തന്നെ ഉള്ളതാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം തോന്നി. അങ്ങനെയാണ് എൻ്റെ ചേച്ചി ഓടി വന്നിട്ട് ബൈബിൾ എടുത്ത് വെച്ചിട്ട് ഇത് ഉണ്ടാന്ന് നോക്കിയത്. അപ്പോൾ ഈ ഉത്തമഗീതങ്ങൾ തപ്പിപ്പോയ കാലഘട്ടമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ ചെറുപ്പക്കാരെല്ലാവരും തന്നെ ഉത്തമഗീതത്തിൻ്റെ ആരാധകരായി മാറിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഉത്തമഗീതം എന്ന് പറയുന്നത് 7ാമത്തെ അധ്യായം 11-12 വാക്യങ്ങളാണ് കേട്ടോ. അതിനി വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വായിക്കട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പം ഞാൻ ഏതായാലും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചതിന് ശേഷം നടക്കാനൊക്കെ പോയി വന്ന് അതിന് ശേഷം നമ്മൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ഓർഗനൈസർ കഴുകി ഇവിടെ കൊണ്ടുവന്ന് പെർഫ്യൂമിന് പകരം ഓയിൽ ഡിസ്പെൻസറിൻ്റെ ആ ഒരു ഓർഗനൈസറാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പത്രം വായിക്കുക, ഡയറി എഴുതുക, ഇതൊക്കെ ഞാൻ രാത്രിയാണ് സത്യത്തിൽ ചെയ്യുക. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ബ്രഷൊക്കെ എടുത്ത് അത് ചാർജ് തീരാറായി വരുന്നുണ്ട്. കുറച്ചധികം നാളായാലും നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോഴാണ് ചാർജ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് ചാർജ് ചെയ്യണം, അതിന് വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.